ഹലോ ഗൈസ്, ഞാൻ ഇന്ന് കളിക്കുന്ന എൻ്റെ ലെറ്റ്സ് പ്ലേ വേൾഡിലാണ്. ലെറ്റ്സ് പ്ലേ വേൾഡിൻ്റെ നാലാമത്തെ എപ്പിസോഡാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് അപ്ഡേറ്റ്സ് പറയാം. പിന്നെ എനിക്കൊരു ഫാം കൂടി ഉണ്ടാക്കാണ്ട് അതിന് പിന്നെ പറയാം. ആദ്യം അപ്ഡേറ്റ്സ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഒരു ക്രീപ്പർ പൊട്ടി, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ആദ്യത്തെ അപ്ഡേറ്റ്സ് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വയ്യെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. വീടിൻ്റെ ഒരു വയ്യെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു 2 പട്ടിക്കുട്ടീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് അന്തർമാൻ. വേറെ സ്ഥലത്താണ് ഞാൻ കാണിച്ചതാണ്. അതിന് പിന്നെ ഇവിടെ എനിക്കൊരു പല ഓക്ക് സാപ്ലിങ് കിട്ടി. ഇത് പുതിയ അപ്ഡേറ്റിൽ വന്ന മറ്റേ മരത്തിൻ്റെ സാപ്ലിംഗ് ആണ്. എനിക്കൊരു വാണ്ടറിങ് ട്രേഡറിൻ്റെ കിട്ടിയതാണ്. ഇതെങ്ങനെ ഇപ്പോഴേ കിട്ടിയെന്ന് അറിയില്ല. പിന്നെ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനൊരു മൈനിങ് ഏരിയൻ്റെ ബിൽഡ് സെറ്റാക്കിയിട്ടുണ്ട്. അതിനും വയ്യെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ പുറത്തുള്ള ബിൽഡ് മാത്രമല്ല, ഇൻറ്റീരിയറും ഞാൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഈ ഒരു ഡിസൈനിൽ അങ്ങ് താഴെ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടത്തേക്ക് വരേണ്ട വയ്യാണ്. അതും ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ബ്ലോക്കെല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ചും കൂടി താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 2 സൈഡിലേക്ക് പോകുന്നുണ്ട്. അത് അയൺ മൈനിങ്ങിനാണ്. പിന്നെ അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഡയമണ്ട് മൈനിങ് ഏരിയയിലേക്ക് എത്തും. ഇവിടെ ഞാൻ 2 ടൈപ്പ് മൈനിങ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇങ്ങനെ സാധാരണ സ്ട്രിപ്പ് മൈനിങ്, പിന്നെ ഒന്ന് മറ്റേ കുറേ ആൾക്കാർ ചെയ്യുന്ന ഞാൻ കണ്ടിരുന്നു. അതായത് ഇങ്ങനെ 2 ബ്ലോക്ക് ഇടവിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കുയിക്കുന്ന ആ പരിപാടിയില്ലേ, അത്. അങ്ങനെ 2 ടൈപ്പ് 2 സൈഡിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും കുറേ ഭാഗം ഞാൻ ക്ലിയർ ചെയ്ത് മൈൻ ചെയ്ത് കുറേ അങ്ങോട്ടൊക്കെ കുറേ സ്ഥലം എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഇത്രയും മൈൻ ചെയ്ത് എനിക്ക് കുറച്ച് ഡയമണ്ട്സ് കിട്ടി. ഞാൻ കാണിച്ചു തരാം. നമുക്ക് വീട്ടിലേക്കാവല്ലേ വേണ്ട. അപ്പോൾ ഇതിൽ തന്നെ പോവാം. ഇതിലോട്ട് ഈ സ്റ്റെപ്പ് നേരെ കയറി മുകളിലേക്ക് എത്തുമ്പോൾ എൻ്റെ കറക്റ്റ് സ്റ്റോറേജ് റൂമിൻ്റെ അടുത്തേക്ക് എത്താം. ഓക്കെ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കി ഇപ്പോൾ എൻ്റെ 54 ഡയമണ്ട് ആയിട്ടുണ്ട്. അത് ഞാൻ വെറുതെ മൈൻഡ് ചെയ്തതല്ല. എൻ്റെ പിക്കാക്സിലേക്ക് ഞാൻ ഫോർച്യൂൺ 3 ആഡ് ചെയ്തതിന്. എൻ്റെ ട്രേഡിങ്ങിൻ്റെ ഈ ഒരു ടെമ്പററി ട്രേഡിങ്ങിൻ്റെ സ്ഥലത്തേക്ക് ഞാൻ ഒരു ഫോർച്യൂണിൻ്റെ വില്ലേജറിനെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. 21 എമറാൾഡിന് ഒരു ഫോർച്യൂൺ ബുക്ക്. അത്യാവശ്യം നല്ലൊരു വിലയാണ്. അതുകൊണ്ട് തന്നെ ആടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ഒരു പെറ്റ് പൂച്ചയുണ്ട്. പിന്നെ ഒരു പട്ടി ഇവിടെ ഒരു വാണല്ല. എൻ്റെ വേറൊരു പട്ടിക്കുട്ടി വാണെങ്കിൽ അത് ഇവിടെയാണ് ഞാൻ വെച്ചത്. അതവിടെ പോയി. ആ വീട്ടിൻ്റെ അവിടെ കണ്ടതിൻ്റെ പേര് അന്തർമാനാണ്. അന്തർമാൻ വീട്ടിൻ്റെ അടുത്തുണ്ട്. പിന്നെ ഉള്ളത് ജാർവിസാണ്. ലൈവിൽ കാണിച്ചിട്ടുണ്ട്. അതിന് ലൈവിലാണ് ഇതിനെല്ലാം കണ്ടുപിടിച്ച് പേരിലിട്ടത്. എന്നിട്ട് ഞാൻ ലൈവിൽ ഇവിടെ കൊണ്ടുവച്ചത്. പിന്നെ എങ്ങോട്ടേ ഞാൻ മാറ്റിയെന്ന് ഞാൻ മറന്നുപോയി. അത് ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. ഈ എപ്പിസോഡ് തീരുന്നതിന് മുന്നേ ഞാൻ അതിനെന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം എന്തായാലും എൻ്റെ കയ്യിൽ 54 ഡയമണ്ട്സ് ഉണ്ട്. പിന്നെ ഇവിടെ വരാൻ പോകുന്ന ആ ഒരു എന്താ പറയുക, ട്രേഡിംഗ് ഹാളിൻ്റെ ബിൽഡിൻ്റെ ഐഡിയ ഏകദേശം ഞാൻ കൺഫേം ആക്കിയിട്ടുണ്ട്. വേറെ നല്ലൊരു ടൗണാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഓരോ വില്ലേജറിന് ഇപ്പോൾ ബുക്സ് തരുന്ന വില്ലേജറിന് ബുക്സ് ലൈബ്രറി ആയിട്ടുള്ള എന്തെങ്കിലും തീം വെച്ചിട്ടുള്ളൊരു ഒരു ബിൽഡിങ്ങിൽ തന്നെ 3ഓ 2ഓ വില്ലേജർ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ആർമർ വരുന്ന വില്ലേജറിന് ആ ഒരു തീം അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ അതിനെല്ലാം എനിക്ക് എന്തായാലും എലൈഡർ അല്ല ആവശ്യം വരും. അതിനാണ് ഞാനിപ്പോൾ ഈ ബോൺമീൽ ഫാമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആ ബോൺമീൽ ഫാം ഇന്ന് ഉണ്ടാക്കിയിട്ട് പിന്നെ എനിക്കൊരു ക്രീപ്പർ ഫാമും ഷുഗർ കെയിൻ ഫാമും സെറ്റ് ചെയ്യണം. അപ്പോൾ റോക്കറ്റുള്ള പരിപാടിയില്ലായി. പിന്നെ നേരെ പോയിട്ട് ഡ്രാഗനിൽ ഒന്ന് എലൈഡർ കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് ഓരോരോ ബിൽഡായിട്ട് ഞാൻ തുടങ്ങും. പിന്നെ എനിക്ക് ആ ബോൺമീൽ ഫാം ഉണ്ടാക്കാൻ ഒരു 9 സ്ലൈം ബോൾ വേണേനു. ആ 9 സ്ലൈം ബോൾ ഫുള്ളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാലും ഒരു 6 കിട്ടീന്. ഇപ്പോൾ ആ 6 വെച്ചിട്ട് ഫാം ഉണ്ടാക്കാം. പിന്നെ ആ സ്ലൈം ബോൾ കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ആ ഫാം അപ്ഗ്രേഡ് ആയിക്കോളും. ഇപ്പോൾ ഇതോടെ 6 സ്ലൈം ബോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിനി പോയിട്ട് ആ ഫാം ഉണ്ടാക്കാനുള്ള റിസോഴ്സ് എല്ലാം ഒന്ന് ഗ്യാദർ ചെയ്തിട്ട് വരാം. ഇതുവരെ അത് ചെയ്തിട്ടില്ല. പട്ടിയെന്നല്ല എവിടെ പോയി. ഇത് അന്തർമാൻ തന്നെയല്ലേ? ഇത് അന്തർമാനാണ്. അക്കോന്ന് ആ ഒരു ഫാമിംഗ് ഐലൻഡിലാണ് ഉണ്ടാവണ്ടേ. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ഫാം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ പോകുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഈ ഓക്കിൻ്റെ ഈ സാപ്ലിങ് വളരുന്നില്ല. ഞാൻ ബോൺമീൽ ചെയ്യാൻ നോക്കി, ബോൺമീലും ആവുന്നില്ല. പിന്നെ ഇത് കുറേ നേരം വളരൂലെന്ന് തോന്നുന്നു. അടുത്ത അപ്ഡേറ്റിലാവുമായിരിക്കും. ഓക്കെ, ഞാൻ ആ ഫാം ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഒന്ന് ഒപ്പിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആ റിസോഴ്സസ് എല്ലാം ഒപ്പിച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ തന്നെ മതി ആ ഒരു ഫാം ഉണ്ടാക്കാൻ. പിന്നെ ഞാൻ ആ ഒരു ഫാം കുറേ വർഷം മുന്നേ ഉണ്ടാക്കിയത്. അതിപ്പോൾ വർക്കിംഗ് ആണോ എന്നറിയില്ല. എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു അയൺ ഫാം അത്ര എഫിഷ്യൻ്റ് അല്ല. പിങ്കല്ലാണ് വരുന്നത്. കുറേ നേരം നിന്നാലും ഒരു സ്റ്റാക്കെങ്കിലും കിട്ടും. അപ്പം ഞാൻ ഇത് ഇവിടുന്ന് പൊട്ടിച്ചിട്ട് വേറെ എവിടത്തേക്കെങ്കിലും മാറ്റി ഒരു മെഗാ അയൺ ഫാം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫാം ഉണ്ടാക്കുന്ന ഞാനൊന്ന് ട്യൂട്ടോറിയലായിട്ട് കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ പെട്ടി പൊട്ടിച്ചിട്ട് എല്ലാ സാധനവും ഒന്ന് കൈമേലെടുക്കാം.
ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു റെഡ് സ്റ്റോൺ റിപ്പീറ്റർ സെറ്റ് ചെയ്തെടുക്കണം. അതായത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ബ്ലോക്ക് വെച്ചിട്ട് ഈ നടുക്കത്തെ ബ്ലോക്ക് പൊട്ടിച്ച് കളയാം. എന്താ, ഇവിടെ ഒരു ടോർച്ചും ഇവിടെ ഒരു റെഡ് സ്റ്റോണ്, എന്നിട്ട് ആ റെഡ് സ്റ്റോണിലേക്ക് നോക്കി നിൽക്കുന്ന രീതിയിൽ ഇങ്ങനൊരു റെഡ് സ്റ്റോൺ റിപ്പീറ്റർ ഒന്ന് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് ഫുൾ ഇങ്ങനെ ബ്ലിങ്ക് ആയി കളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ലിവർ വെച്ചിട്ട് അതൊന്ന് ഓഫ് ആയിക്കഴിഞ്ഞാൽ അത് ഓഫ് ആയിക്കോളൂ. ഇനിയിപ്പോൾ ഇവിടുന്നൊരു റെഡ് സ്റ്റോൺ ഇതിങ്ങനെ എടുത്തിട്ട് 6 പീസ് ബിൽഡിംഗ് ബ്ലോക്ക് ഞാൻ കാണിക്കുന്ന പോലെ ഒന്ന് വെക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ 6 സ്റ്റിക്കി പിസ്റ്റൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ 6 ബ്ലോക്ക് വെച്ചത്. ഒരു 9 സ്റ്റിക്കി പിസ്റ്റണെല്ലാം ഉണ്ടെങ്കിൽ 9 ബ്ലോക്ക് വെച്ചോ, 9 വരെ വെക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ബ്ലോക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ഈ ബ്ലോക്കിൻ്റെ മുകളിൽ ഇങ്ങോട്ട് നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു 6 സ്റ്റിക്കി പിസ്റ്റൺ വെച്ച് കൊടുക്കാം. ഓക്കെ, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റിക്കി പിസ്റ്റണ് റെഡ് സ്റ്റോൺ, ഈ ഒരു റെഡ് സ്റ്റോൺ പവറായിട്ട് കണക്ട് ചെയ്യണം. ഇവിടെ കുറച്ച് ബ്ലോക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് റെഡ് സ്റ്റോൺ ഓടിച്ചാൽ മതി. ഇങ്ങനെ ഇപ്പോൾ ഇതെല്ലാം ഓണാകുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ടിൽ കുറച്ച് ബ്ലോക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക, ഒരു 6 ബ്ലോക്ക്. എന്നിട്ടൊരു കുറച്ച് സാൻഡ് എടുത്തിട്ട് ഇവിടെയും ഇതിൻ്റെ മുകളിൽ ഒരു 6 സാൻഡ് വെച്ച് ഫില്ല് ചെയ്യാം. ഇനി ഒരു കളക്ഷൻ ഏരിയ സെറ്റ് ആക്കണം. ഇവിടെ ഒരു 2 ചെസ്റ്റ് വെച്ചിട്ട് ഒരു ഹോപ്പർ അതിലേക്ക് കണക്ട് ചെയ്ത് ബാക്കിയെല്ലാം ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെയാണ് ഒരു ഹോപ്പറിൻ്റെ ഭാഗം ഉണ്ടാകണ്ടേ. ഇനി അതിൻ്റെ മുകളിൽ കമ്പോസ്റ്റർ വെക്കണം. ഇങ്ങനെ ഒരു ഹോപ്പറിൻ്റെ മുകളിൽ മൊത്തം കമ്പോസ്റ്റർ വെച്ചാൽ മതി. ഇനി ഒരു കുറച്ച് ഹോപ്പർ ഇവിടെ വെക്കണം. അതായത് ഈ ഫസ്റ്റ് ഇങ്ങനെ ഈ കമ്പോസ്റ്ററിൽ നോക്കി വെക്കുന്ന രീതിയിൽ എന്ത് ഇവിടെ വെക്കാൻ കഴിയാത്ത. ഓക്കെ, അങ്ങനെ ഈ 6 കമ്പോസ്റ്ററിലും 6 ഹോപ്പർ, എന്നിട്ട് ഒരു വരി ഹോപ്പർ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 2 ലെയർ ബ്ലോക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ. ഇനി ഈ ബ്ലോക്കിൻ്റെ മുകളിൽ ഒരു 6 സാധാ പിസ്റ്റൺ അതും കൂടി വെക്കണം. ഇതുപോലെ. ഇനി ഇത് കുറച്ച് ബ്ലോക്കെല്ലാം വെച്ചിട്ട് ഇതൊന്ന് മൂടിയെടുക്കണം. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ആ ഒരു ബ്ലോക്കെല്ലാം വെച്ചാൽ ഉണ്ടാവേണ്ടത്. എന്നിട്ട് ഈ മുകളിലത്തെ ലെയറിന്ന് ഇവിടുന്ന് ഒരു വരി ബ്ലോക്കും കൂടി ഇങ്ങനെ വെച്ചെടുക്കുക. ഇവിടെയും കൂടി ഒരു കുറച്ച് ബ്ലോക്ക് വെക്കണം, അത് ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഗൈസ് ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് ഗ്ലാസ് പെയിൻ വെച്ച് അടക്കണം. ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ഇനിയിപ്പോൾ മുകളിൽ കുറച്ച് വെള്ളം ഒഴിക്കാണ്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു 6 ബ്ലോക്കിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഈ ഒരു 6 ബ്ലോക്കിൽ അത് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ കെൽപ്പ് നടണം, ഈ വെള്ളത്തിൻ്റെ അടിയിൽ സാൻഡിൻ്റെ മുകളിൽ ഇങ്ങനെ. ഇനിയിപ്പോൾ ഈ പിസ്റ്റൺ പവറാക്കണോ അതിനുള്ള പരിപാടി ചെയ്യാം. അതൊന്നുമില്ല, ജസ്റ്റ് ഈ ഒരു പിസ്റ്റൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു 6 ബ്ലോക്ക് ഈ പിസ്റ്റൻ്റെ ബാക്കിലെല്ലാം ഓരോ ബ്ലോക്ക് വെച്ച് വെക്കാം. എന്നിട്ട് ഇങ്ങനെ കുറച്ച് റെഡ് സ്റ്റോണും കൂടി ആഡ് ചെയ്യാം ഇവിടെ ഈ ഒരു ലെയറിൽ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ടോപ്പിലെ ലെയറിൽ ഇങ്ങനെ കണക്റ്റ് ആവണം എല്ലായിടത്തും ഇതുപോലെ. ഇനിയിപ്പോൾ താഴെയുള്ള ആ പവർ ഇവിടത്തേക്ക് എത്തിക്കണം. അതൊന്നുമില്ല, ഇവിടെ ആയിട്ടൊരു റെഡ് സ്റ്റോൺ വെച്ച് കൊടുക്കുക. ഓക്കെ, അടുത്തേക്ക് റീച്ചില്ല. ഇവിടെ ഒരു റെഡ് സ്റ്റോണ്, എന്നിട്ടൊരു ബ്ലോക്ക് ഇവിടെ കറങ്ങാം. എന്നിട്ടൊരു ടോർച്ച് വേണം. ഇവിടെ ഇങ്ങനെ ഒരു ടോർച്ച് വെക്കുക. ആ ടോർച്ചിൻ്റെ മുകളിലൊരു ബ്ലോക്ക് ഇങ്ങനെ. എന്നിട്ട് ഇവിടെ ഒരു ടോർച്ച്, ഇവിടെ ഒരു ബ്ലോക്ക്. ഓക്കെ, ഇപ്പോൾ അത് ആക്റ്റീവായിട്ടാണ് ഞാൻ ഒന്ന് കടന്നുറങ്ങട്ടെ. ഓക്കെ, ഇപ്പോൾ താഴെയുള്ള റെഡ് സ്റ്റോൺ റിപ്പീറ്ററിൻ്റെ പവർ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഓണാക്കുമ്പോൾ ഇവിടെ വന്നോളൂ. ഇനി ഇവിടെ ഇങ്ങനെ കുറച്ച് ട്രാപ്പ് ഡോർ വെക്കണം. അതും ഞാൻ വെച്ചിട്ടുണ്ട്. ഇത്ര തന്നെയാണ് ഈ ഒരു ഫാമിൻ്റെ പരിപാടി. ഇനി ഈ ഫാം വർക്ക് ചെയ്യാനുള്ളതാണ്. ഈ ഒരു ബ്രിഡ്ജ് ചെയ്ത് ആ ബ്ലോക്കെല്ലാം എടുത്ത് മാറ്റട്ടെ. ഞാൻ പറഞ്ഞ പോലെ ഇത് പണ്ടുണ്ടാക്കിയൊരു ഫാമാണ്. ഇപ്പോഴും ഇത് വർക്കിംഗ് ആണോ എന്ന് അറിയില്ല. ഏതായാലും ഞാനൊന്ന് ഓണാക്കി നോക്കാം. ഇവിടെ ഒരു ടോർച്ചിൻ്റെ കുറവുണ്ട്. ഇത് ഞാൻ നേരത്തെ വെച്ചതാണല്ലോ, അതെവിടെയാണ് പോയേ? ഇപ്പം എല്ലാം ഓക്കെ എന്ന് തോന്നുന്നു. ഒന്നും കൂടി ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, എല്ലാം കറക്റ്റാണ്. ഇനി ഈ ഒരു ലിവർ അടിച്ചാൽ ഇത് സ്റ്റാർട്ടാവാനുള്ളതാണ്. നോക്കട്ടെ. ഫാം ബ്രേക്കായി. ഞാനെന്തോ അപ്പം തെറ്റിച്ചിട്ടുണ്ട്. എന്താണ് തെറ്റിയത്? ഞാൻ ഈ ഫാം ഉണ്ടാക്കിയ ട്യൂട്ടോറിയൽ ഒന്ന് എടുത്ത് നോക്കട്ടെ. ഓക്കെ, ഞാൻ കുറച്ച് റിസർച്ചെല്ലാം നടത്തി. അപ്പം എനിക്ക് മനസ്സിലായി എന്താ വെച്ചാൽ ഈ ഒരു ഡിസൈൻ ഈ ഒരു വെർഷനിൽ നടക്കില്ല. അതായത് ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ള
1.21.71 ആണ്. ആ ഒരു വെർഷനിൽ ഈ ഒരു ഫാം വർക്ക് ചെയ്യൂല. പക്ഷെ കാണാൻ ഏകദേശം ഈ ലുക്കുള്ള കുറച്ച് ബ്ലോക്കെല്ലാം മാറ്റി വർക്ക് ചെയ്യുന്ന ഒരു ഫാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അത് ഞാൻ ട്യൂട്ടോറിയലായിട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ ആ ഒരു ഫാം വേഗം ഉണ്ടാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ വേറൊരു വീഡിയോ കിറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളൂ. ഞാനൊന്ന് ഈ ഫാം പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇവിടെ തന്നെ ആ ഒരു ഫാം വെച്ചിട്ട് വരാം. നിങ്ങൾക്ക് കണ്ടാലും മാറ്റവും തിരിവില്ല, കാരണം ഒരേപോലെയാണ് 2 ഫാമും ഉള്ളത്. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ട് ആ ഒരു ഫാം ബിൽഡ് ചെയ്തിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഞാനത് പിന്നെയും ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ലല്ലോ, പക്ഷെ കുറേ മാറ്റമുണ്ട്. ഞാൻ ഈ ലിവർ അടിച്ചതിന് ഇത് വർക്കാവാനുള്ളതാണ്. അത് വർക്കാകുന്നുണ്ട്. ഇതിപ്പോൾ കെൽപ്പെല്ലാം വളർന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഫാം ഞാൻ തെറ്റിച്ച് ഉണ്ടാക്കിയൊന്നുമല്ല, അത് ഈ ഒരു വെർഷനിൽ സപ്പോർട്ട് ചെയ്തത്. എപ്രാവശ്യം അടിയിൽ ഇങ്ങനെയാണ് ഞാൻ പിസ്റ്റണെല്ലാം വെച്ചിട്ടുള്ളത്. കുറേ മാറ്റങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ ഫാം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ അതിൻ്റെ ട്യൂട്ടോറിയൽ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. ഇതിപ്പം തന്നെ 6 ബോൺ മീൽ പെട്ടിയിൽ വന്നിട്ടുണ്ട്. ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഓഫ് ക്യാമറയിൽ ഞാൻ കുറേ AFK എന്നിട്ട് കുറേ ഇത് ഒപ്പിച്ചോളൂ. പിന്നെ എനിക്ക് അടുത്ത എപ്പിസോഡിൽ ഒരു ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കണോ. അതെന്ന് വെച്ചാൽ ഇതേപോലെ ബോൺ മീൽ കൊടുത്തു കഴിഞ്ഞാൽ വർക്കാവുന്ന ഒരു ഫാമാണ്. ഇതിൽ ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. പിന്നെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ, ഈ ലിവർ ഓണാക്കിയിട്ടിട്ട് ദൂരെ പോകരുത്. ദൂരെ പോകണമെങ്കിൽ ഈ ലിവർ ഓഫാക്കണം. ഫാം ഓഫാക്കിയിട്ട് ദൂരെ പോകാൻ പറ്റും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഈ ഫാം മൊത്തത്തിൽ ബ്രേക്ക് ആവും. റെഡ് സ്റ്റോണിൻ്റെ പാർട്ടും കുറേ മാറ്റമുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ട്യൂട്ടോറിയൽ എന്തായാലും താഴെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ ഫാം ഫ്ലോപ്പായെങ്കിൽ സെക്കൻഡ് ഫാം ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്, നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്കാവുന്നൊരു ഫാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.